യാത്രകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നേപ്പാളിലേക്കുള്ള യാത്ര നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ കേരളത്തിൽ നിന്ന് ലോറിയിൽ നേപ്പാളിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കോട്ടയത്തെ 2 വനിതാ ഡ്രൈവർമാർ ലോഡുമായി കേരളത്തിൽ നിന്ന് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് ഒരു യാത്ര നടത്തി. വനിതാ ഡ്രൈവർമാരുടെ നേപ്പാൾ യാത്രയുടെ ആ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. നേപ്പാളിലേക്കുള്ള ഒരുപാട് ട്രാവൽ വ്ളോഗൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നേപ്പാളിലേക്ക് ലോറിയിൽ ഒരു ട്രാവൽ വ്ളോഗ്, അതും 2 വനിതാ ഡ്രൈവർമാർ നയിച്ച ഒരു ട്രാവൽ. ആദ്യം തന്നെ 22 വയസ്സിൽ നേപ്പാളിലേക്ക് ആ വണ്ടി മൊത്തം നയിച്ചത് മുത്താണെന്ന് പറയാം. അപ്പോൾ ദേവിക അവിടേക്ക് പോയി. സംസ്ഥാനത്ത് പല ഭാഗത്തും പോയിട്ടുണ്ട്. ഈ ഒരു മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ഇവിടുന്ന് പോകുമ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നേപ്പാൾ വരെ ലോറി ഓടിച്ച് പോകാന്നുള്ളത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത കാര്യമല്ല ഞാൻ. അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റിലൊക്കെ ചെല്ലുമ്പോഴാണല്ലോ എല്ലാവരും ചോദിക്കും, വഴിയൊക്കെ ഭയങ്കര മോശമാണ്, അപ്പം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഈ ഏജിലൊക്കെ ഹാൻഡിൽ ചെയ്യുമോ എന്ന് ചോദിച്ചു. പക്ഷേ എല്ലാം നല്ലതായിട്ട് മാനേജബിൾ ആയിരുന്നു. പിന്നെ നേപ്പാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ വേറൊരു രാജ്യത്ത് പോയി ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. നല്ല ട്രിപ്പായിരുന്നു. എല്ലാവരും ചോദിക്കും മോശം വഴിയിൽ ഓടിക്കുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഫസ്റ്റ് ക്യാരവനായിട്ട് ലഡാക്ക് വേണ്ടേ പറഞ്ഞു. ഓൾറെഡി ബസ് ലഡാക്ക് വഴിയൊക്കെ ഓടിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ മാനേജ് ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ജലജി ഇപ്പോൾ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് പല സംസ്ഥാനങ്ങളിലേക്കും പോയി, അപ്പോൾ നേപ്പാളിലേക്കും പോയി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വേറെ രാജ്യങ്ങളിലേക്ക് ഇതേപോലെ പോകാൻ അവസരങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ നോക്കുന്നുണ്ട്. ഭൂട്ടാനും വെസ്റ്റ്, പിന്നെ നമ്മുടെ ബംഗ്ലാദേശൊക്കെ പോകണമെന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അവർ വണ്ടി ഓടിക്കാൻ തന്നിരുന്നോ? ഇല്ല, ഞാൻ കുറച്ചേ ഓടിച്ചുള്ളൂ. ഇവർ തന്നെയാണ് മൊത്തം ഓടിച്ചത്. മൊത്തത്തിലൊരു 10, 200, 250 കിലോമീറ്റർ ഈ മൊത്തം പോയിട്ട് വന്നിട്ട് ഞാൻ ഓടിച്ചുള്ളൂ. പലപ്പോഴായിട്ട് 6000 കിലോമീറ്റർ മുകളിൽ ഓടി. 1600 കിലോമീറ്ററോളം ഓടി. ഈ ഒരു ചെറിയ പ്രായത്തിൽ നേപ്പാളിലേക്ക് പോകുന്നു, ഹിമാലയത്തിലേക്ക് പോകുന്നു, അവിടെയും ലീഡ് ചെയ്ത് തന്നെയാണ് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്നു ആ ഒരു അവസരങ്ങളൊക്കെ കിട്ടിയ പിന്നെ അപ്പോൾ അടുത്തത് എവിടേക്കെങ്കിലും ഒരു സ്ഥലം മനസ്സിൽ കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത രാജ്യങ്ങളിൽ പോകുമ്പോഴും ഇപ്പോൾ ഭൂട്ടാനിലോട്ടാണെങ്കിലും ബംഗ്ലാദേശാണെങ്കിലും പറ്റുന്നത്ര ലോറിയിൽ പോയി എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതാണ് ആഗ്രഹം. പോകുന്നതാണോ കാറിലും ബസ്സിലൊക്കെ പോകുന്നതാണോ കുറച്ചുകൂടി കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നു? ലോറിയിൽ പോകുന്നതാണ് നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ടും ലോറിയിൽ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിലിരുന്ന് കാണുന്നതിനേക്കാളും വ്യൂ ഭയങ്കര വ്യൂവും ഡിഫറെൻറ്റാണ്. പിന്നെ ആ കയറ്റത്തിൻ്റെ ഒക്കെ ഒരു ഫീൽ അറിയണമെങ്കിൽ ലോറിയിൽ പൊക്കത്തിൽ തന്നെ ഇരിക്കണം. ഇപ്പോൾ എത്ര സംസ്ഥാനം കഴിഞ്ഞു? 25 സ്റ്റേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 3 സ്റ്റേറ്റും കൂടെ ഉണ്ട്. അപ്പോൾ മുത്തിനി എത്ര സംസ്ഥാനം കവർ ചെയ്യാൻ? എനിക്ക് ഇനി നോർത്ത് ഈസ്റ്റിൽ കുറച്ച് ഏരിയകളേ ഉള്ളൂ. നമ്മൾ ഈ നല്ല സിക്കിം, മിസോറാം, പിന്നെ ത്രിപുര ഉണ്ട്, നാഗാലാൻഡും ഉണ്ട്. പെട്ടെന്ന് ഈ സ്ഥലങ്ങളിൽ കൂടി പോകാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആശംസിക്കുന്നത്. അപ്പോൾ അടുത്ത ഇന്റർനാഷണൽ ട്രിപ്പുകൾ കൂടി ഇവർക്ക് പോകാൻ കഴിയട്ടെ, ലോറി കൊണ്ട് പോകാൻ കഴിയട്ടെ, യാത്രകൾ തുടരട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കൽത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.